എല്ലാവരും മൈനറിന് ഉള്ള കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. സോ യുവർ മൈനർ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള സബ്ജക്റ്റ് മൈക്രോ കൺട്രോളേഴ്സ് അല്ലെ? മൈക്രോ കൺട്രോളേഴ്സ് ECT 208. ബിഫോർ ദാറ്റ് അതിന്റെ സിലബസ് ഒക്കെ നിങ്ങൾ നോക്കിയായിരുന്നു, കണ്ടായിരുന്നോ? ഇതാണ് അതിന്റെ സിലബസ്. കാണുന്നില്ലേ? ഓക്കെ. So this is your syllabus for microcontroller. Before that, I would like to know, do you have any idea about microcontrollers? Anybody have any idea about microcontrollers? Tulasi, do you have any idea? ഇല്ല സർ. No idea. Okay, സാരമില്ല. ഇതിനു മുന്നേ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? മേ ബി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. സോ മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബിഫോർ ദാറ്റ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അരിത്തമാറ്റിക് ആൻഡ് പ്രോസസ്സേഴ്സ് അതാണ് പഠിക്കുന്നത്. അതിൽ കമ്പ്യൂട്ടർ അരിത്തമാറ്റിക് നിങ്ങളുടെ പോയിന്റ് കൊടുത്തു എന്നല്ലാതെ യുവർ യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ മോഡ്യൂൾ ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഹാർഡ്വെയർ പോർഷൻസ് ഓഫ് അവർ പ്രോസസ്സേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് different basics of computer. What is a computer? What are the different units, that is components in a computer, and the different architectures, von Neumann and hardware architecture, then processor architecture, and different buses, address bus, data bus, control bus, register set, processor operation. So these are all the things in your unit 1, that means module 1. From second unit onwards, ഇത് നമ്മുടെ 8051 മൈക്രോ കൺട്രോളർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റ് മുതലാണ്. നിങ്ങളുടെ 8051 മൈക്രോ കൺട്രോളേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് യൂണിറ്റിലാണ്. അതിന്റെ ബേസിക് ആർക്കിടെക്ചേഴ്സും വാട്ട് ആർ ദ രജിസ്റ്റേഴ്സ്, ഇന്റേണൽ മെമ്മറീസും അതിന്റെ പിൻ കോൺഫിഗറേഷനും ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ സെക്കൻഡ് യൂണിറ്റിലാണ് പഠിക്കുന്നത്. ഓക്കെ. ദെൻ തേർഡ് യൂണിറ്റിലും അതിന്റെ കുറച്ച് ഇന്റർഫേസിങ്ങുകളെ കുറിച്ചിട്ടുമാണ്. ദെൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്ന ഓപ്പൺ സോഴ്സ് എംബഡഡ് ഡെവലപ്മെന്റ് ബോർഡുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ. ഇതൊക്കെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതാണ്. മോസ്റ്റ് ഓഫ് ദ പോർഷൻസും തിയറി തന്നെയാണ്. ഓക്കെ. ലാസ്റ്റ് ARM ബേസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ച്. ഓക്കെ. നിങ്ങൾ ഇതൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോർഷൻ ആണ് ബേസിക്സ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. That you already know that what is computer. Before that, എന്താണ് actually what is a computer? Anybody have any idea? You are all, I think, computer science and mechanical students, isn't it? So you all have selected your branch as computer science. So actually what is a computer? എന്താണ് കമ്പ്യൂട്ടർ പറയാൻ പറ്റുമോ നന്ദിതക്ക്? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? നമുക്ക് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നന്ദിത പി അവിടെ പ്രസന്റ് അല്ലേ? Yes, Yeah. Oh, actually, what is a computer? What do you mean by a computer? In your own idea, നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? electronic device for storing and processing data. Yeah, it is an electronics device. That is okay. We can store data, we can process data. Then how will you store this data in that electronics device? That is a electronics device that you already told that. Then how will you store? You only told that it is used to process data and it is used to store informations. And how will you store this information to that electronics device? Binary form. Binary form. That is okay. Yeah, that is correct. Binary form. കമ്പ്യൂട്ടർ നമുക്കറിയാം, കമ്പ്യൂട്ടർ ഈസ് എന്ന് പറയുന്നത് നന്ദിത പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക്സ് ഡിവൈസ്, ഇലക്ട്രോണിക്സ് യൂണിറ്റ് ആണ്. കൺസിസ്റ്റ് ഓഫ് സം ലോട്ട്സ് ഓഫ് ഹാർഡ്വെയർ കോമ്പോണൻസുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അതിലാണ് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് ഒരേ ഒരു ലാംഗ്വേജേ അറിയുമെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ബൈനറി ലാംഗ്വേജ്. വൈ? എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സിന് ബൈനറി ലാംഗ്വേജസ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ? എന്തുകൊണ്ടായിരിക്കും? ഐഡിയ ഉണ്ടോ?
Why can't they understand our common Malayalam, English like languages? എന്തുകൊണ്ടായിരിക്കും? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്ന അബ്ദുൽ ലത്തീഫ്, ഐഡിയ ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും കമ്പ്യൂട്ടേഴ്സിന് വേറെ മറ്റുള്ള ലാംഗ്വേജസുകളൊന്നും മനസ്സിലാക്കാത്തത്? ഓൺലി ബൈനറി ലാംഗ്വേജ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? റീസൺ എന്തായിരിക്കും? വാട്ട് മേ ബി ദ റീസൺ? ഫസ്ന അവിടെ ഇല്ലേ? നാച്ചുറൽ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട്. ലാസ്റ്റ് സെമസ്റ്ററിലായിട്ട് നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സെമിനാർ അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലേ? അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റലിജൻസ് നമുക്ക് ആർട്ടിഫിഷ്യലി കൊടുക്കാൻ പറ്റുന്നില്ല. അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം സിമ്പിൾ ആണ്. വൈ, എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജസ് മാത്രമേ മനസ്സിലാവൂ എന്ന് പറയാൻ കാരണം? സിമ്പിൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. നന്ദിത അതിന് ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിൻസ് കറക്റ്റ് ആണ്, ആൻസർ പറഞ്ഞോളൂ. പ്രിൻസ് അവിടെ ഇല്ലേ? ഓക്കെ, നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് അല്ലേ? ഇതിൽ നമുക്ക് സിഗ്നൽസ് ആണ് കൊടുക്കുന്നത്. സിഗ്നൽസിൽ ഹൈ ആൻഡ് ലോ ഈ രണ്ട് പോർഷൻസ് ആണ് ഉള്ളത് അല്ലേ? ഹൈയും ലോയും അല്ലേ? ഡിജിറ്റൽ സിഗ്നൽ ഹൈ ആൻഡ് ലോ, കറക്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സിഗ്നൽസേ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വേറൊരു സിഗ്നൽസ് അതിന് മനസ്സിലാവില്ല അല്ലേ? കാരണം ഇലക്ട്രോണിക് സർക്യൂട്ട്സുകളാണുള്ളത്. സോ ദാറ്റ് ഈസ് വൈ ആ ഹൈ പോർഷനെയും ലോ പോർഷനെയും വി ആർ റെപ്രസെന്റഡ് ഇറ്റ് ബൈ യൂസിങ് 1 and 0 അല്ലേ? ഹൈ എന്ന് പറയുന്നത് 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ലോ പോർഷനെ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് റീസൺ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക്സ് ഡിവൈസ്. സോ ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ഹൈ ആൻഡ് ലോ സിഗ്നൽസ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ കമ്പ്യൂട്ടറിന് എന്താണ് ബൈനറി ലാംഗ്വേജസ് മനസ്സിലാവുമെന്ന് പറയുന്നത്. ഓക്കെ, then how നമ്മൾ എങ്ങനെയാണ് how we will give these instruction to the computer? Because we are giving instructions. നമ്മൾ instructions based on those instruction only our computer will perform അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് our computer പെർഫോം ചെയ്യുന്നു. But we had to give instructions. For that we will write a set of programs അല്ലേ? പ്രോഗ്രാംസ് എഴുതും. അതാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. Okay, based on those instructions that will perform the operations. അത് operations perform ചെയ്യും. But as a human beings നമ്മൾ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക? We will provide the instructions in our own languages. നമ്മുടേതായ ലാംഗ്വേജസിലാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. But കമ്പ്യൂട്ടറിന് ഓൺലി ബൈനറി ലാംഗ്വേജസേ അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലെ, മനസ്സിലാവുന്നത്. സോ it require a translator for translating our high level language into machine language, machine understandable form അല്ലെ? നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് യു ഓൾറെഡി സ്റ്റഡിഡ്. കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ ഡിഫറൻറ്റ് യൂസ് ചെയ്യുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് we will convert our high level instructions into these binary languages അല്ലെ? അങ്ങനെയാണ് കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഓൺലി ദീസ് ബൈനറി. ഓക്കെ, ഇനി ഏതൊക്കെ വഴിയാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്സുകൾ ഏതൊക്കെയാണ് അതാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്നത്. Because based on our instruction only it will perform operations. Okay, so we had to provide some instructions, then only it will perform particular task അല്ലേ? ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് പെർഫോം ചെയ്യും.
സോ അതെങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം പഠിക്കാൻ എന്താണ് ബേസിക് കമ്പ്യൂട്ടർ മോഡൽ. കമ്പ്യൂട്ടർ മോഡൽ, അതായത് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് കോമ്പോണൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ കമ്പ്യൂട്ടർ മെയിൻ ആയിട്ട് വി ക്യാൻ say that there are four main components of the first one is what it is central processor unit. First one, okay, central processor unit, and one more unit is there, that is input unit and output unit, and last one is memory unit. So these are the four basic components. Okay, central processor unit, input unit, output unit, and memory units. Here our central processor unit, this one will be the central processor unit. ഇതാണ് നമ്മുടെ central processor unit. Inside that central processor units there are two subcomponents are there. One is control unit and another one is arithmetic and logical unit, that is called ALU. അല്ലേ, CPU-ന്റെ ഉള്ളിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ട്, ALU ഉണ്ട് and also control units ഉണ്ട്. Okay, so this is central processor unit. Then here input device, input units ഉണ്ട്, then here output units ഉണ്ട്, then memory unit ഉണ്ട്, memory unit, this one. Okay, ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. First one, what is this input device or input unit? What is the function of an input unit? Input units are used to provide inputs. Okay, input units provide ചെയ്യാൻ വേണ്ടിയിട്ടാണ് we will use inputs, input unit for providing inputs to the computer. Okay, we can say that input device is a medium through which the user communicate with the computer. അല്ലേ, മീഡിയം ആണ് യൂസേഴ്സ് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വി ഹാവ് യൂസർ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുന്ന മീഡിയത്തിനാണ് വി വിൽ കോൾ ആസ് ഇൻപുട്ട് ഡിവൈസ്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഇൻപുട്ട് ഡിവൈസസ്? നിങ്ങൾക്ക് അറിയുന്ന ഡിവൈസസുകളായിരിക്കും. ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വാട്ട് ആർ ദ ഡിഫറെന്റ് ഇൻപുട്ട് ഡിവൈസസ്? കോമൺലി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ശ്രീരാഗിന് പറയാൻ പറ്റുമോ? ശ്രീരംഗല്ല, സാരംഗാണ് അല്ലെ, സാരംഗം കേക്ക് പറയാൻ പറ്റുമോ? ഡിഫറെന്റ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഇൻപുട്ട് യൂണിറ്റ്സ്, ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞോളൂ. കീബോർഡ് ഈസ് there, then next കീബോർഡ് മാത്രമേ ഉള്ളൂ? മൈക്രോഫോൺ, കറക്റ്റ്. അങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ക്ലാസ് നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്ലൈഡ് നോക്കി വായിക്കുന്ന പോലെ ആയിപ്പോയില്ലേ. ഓക്കെ, തുളസി പറഞ്ഞോളൂ. മൈക്രോഫോൺ ഇസ് scanner. These are all the different inputs device. Microphone, scanner, keyboard, floppy disk, different input devices are there. Okay, keyboard എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ആൽഫാ ന്യൂമറിക്സും ക്യാരക്ടേഴ്സും ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, മൗസ് ആണെങ്കിൽ കഴ്സർ മൂവ്മെന്റ് ഒക്കെ കൊണ്ട് നമുക്ക് ഇൻപുട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. Okay, so that is input device. Then output device ഉണ്ടല്ലേ. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം, ആൻഡ് ദാറ്റ് മീൻസ് ഇറ്റ് വിൽ accept the data and instruction from outside environment. Then we had to convert that. Actually outside നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ എന്തായിരിക്കും? നമ്മുടേതായ ലാംഗ്വേജിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ലേ? ഓൾറെഡി നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു അല്ലെ. ദെൻ that information we had to convert it into corresponding machine language അല്ലെ. ദെൻ ആ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോട്ട് കൊടുക്കുന്നത്.
Okay, so that is the function of an input unit. Input unit, it provides data and instruction to the computer system. That means it accepts the data and instruction from the outside environment, and it converts those instructions into corresponding machine language and supply the converted data into our computer system. Okay, and these are the commonly used input device. That is keyboard, mouse, and magnetic tab. നിങ്ങൾക്ക് അറിയുന്ന ധാരാളം ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻപുട്ട് ഡിവൈസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്? അതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് നമുക്ക് പറയാം എന്താണ്. ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് വൺ ത്രൂ വിച്ച് ദ റിസൾട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഷൻസ് ആർ ഒബ്റ്റെയിൻഡ്. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ. റിസൾട്ട് നമുക്ക് കിട്ടുന്നു, അല്ലെ നമുക്ക് പറയാം ഇറ്റ് പ്രൊവൈഡ് ദ റിസൾട്ട് ഓഫ് എനി കമ്പ്യൂട്ടേഷൻ ഓർ എനി ഇൻസ്ട്രക്ഷൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഔട്ട്സൈഡ് വേൾഡിലോട്ട് നമുക്ക് ആഫ്റ്റർ പ്രോസസിങ് ദീസ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നമ്മുടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രോസസ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് ഔട്ട്സൈഡ് വേൾഡിലോട്ട് ഷോ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ കോമ്പോണൻസിനെ വി കൻ സീ ദാറ്റ് ദീസ് ആർ ഔട്ട്പുട്ട് യൂണിറ്റ്സ് അല്ലെ. പ്രിന്റേഴ്സ് ഉണ്ട്, മോണിറ്റേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കോമ്പോണൻസ് ആയി അല്ലെ. ഇൻപുട്ട് യൂണിറ്റ് ആയി, ഔട്ട്പുട്ട് യൂണിറ്റ്സ് ആയി. ഇൻപുട്ട് യൂണിറ്റ്സ് ആർ used to provide input to the computer. Output units are used to receive the output. Okay, then next one, our CPU. Our CPU, central processor unit. Okay, central processor unit. എന്താണ് central processor unit? It consists of two units. അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് components ഉണ്ട്. First one is control unit and ALU. ALU means arithmetic and logical unit. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആക്ച്വൽ ഓപ്പറേഷൻസ് മുഴുവൻ പെർഫോം ചെയ്യുന്നത് അല്ലെ. ആക്ച്വൽ ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി പെർഫോം ചെയ്യുന്നത് ദീസ് ALU-ലാണ്. ഓക്കെ, ALU-ല് ഓൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും, ആൻഡ് ഓൾ ദീസ് ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദിസ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻസ് മുഴുവൻ പെർഫോം ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദീസ് കൺട്രോൾ യൂണിറ്റ്. Okay, that is why we will call CPU is the brain of our computer system. അല്ലേ, എപ്പോഴും അങ്ങനെയല്ലേ പറയാറ്, CPU ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓൾ ദ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഇൻ ദിസ് CPU. കമ്പ്യൂട്ടറിന്റെ മുഴുവൻ ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് ഓൾ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഓൾ ദീസ് ഓപ്പറേഷൻസ് ആർ ഓൾസോ കൺട്രോൾഡ് by using this control unit, and all these two units are present in the CPU. അല്ലെ, ഈ CPU-ലാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുന്നത്, അതിന്റെ മുഴുവൻ കൺട്രോൾ നടക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ വി വിൽ കോൾ CPU is the brain of the computer. മെയിൻ ഓപ്പറേഷൻസ് എന്താണ്? ഇറ്റ് പെർഫോം ഓൾ ഓപ്പറേഷൻ, it will take all the decisions അല്ലെ, and it control all the units of computer. അതാണ് ഈ സെൻട്രൽ പ്രോസസർ യൂണിറ്റ്സ് ചെയ്യുന്നത്. എല്ലാ ഓപ്പറേഷൻസും, കമ്പ്യൂട്ടറിന്റെ മുഴുവൻ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നു. എല്ലാ ഡിസിഷൻസും ഈ CPU-ലാണ് എടുക്കുന്നത്. എല്ലാ യൂണിറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? Our central processor units. Okay, so that is CPU. അതിലെ ALU എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ALU for performing arithmetic and logical operation. നമ്മുടെ മാത്തമാറ്റിക്കൽ അഡീഷൻ, ഡിവിഷൻ ഇതൊക്കെ ഇല്ലേ, അത് കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്ന ആ കമ്പ്യൂട്ടറിന്റെ പോർഷൻസിന് പറയുന്നതാണ് നമ്മുടെ ALU അല്ലെ, പ്രോസസറിന്റെ പോർഷൻസ്. അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യും. ഇനി ഇതിൽ സപ്പോസ് ഇഫ് യു ആർ പെർഫോമിങ് സം ഓപ്പറേഷൻ, സംടൈംസ് യു മേ ഗെറ്റ് സം റിസൾട്ട് അല്ലെ, ചിലപ്പോൾ റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിൽ കൊടുക്കണ്ടേ, കമ്പ്യൂട്ടറിൽ മെമ്മറിയിൽ നിന്ന് പ്രൊസസറിലോട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ സംവെയർ എൽസ്. നമുക്ക് വേറെ എവിടെയെങ്കിലും പ്രൊസസറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് വി വിൽ യൂസ് സം ടെമ്പററി സ്റ്റോറേജ് മീഡിയം, ദാറ്റ് ഈസ് കോൾഡ് ദിസ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോറേജ് മീഡിയം, ടെമ്പററി സ്റ്റോറേജ് മീഡിയം ടു ഹോൾഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് മീഡിയമാണ് അവ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സും ഉണ്ടാവും. ഓക്കെ, രജിസ്റ്റേഴ്സിലാണ് നമ്മുടെ
after performing the arithmetic and logical operation, we may get the result. That may store in register. ചിലപ്പോൾ അത് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യും. അല്ല എങ്കിൽ നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ that will also store in the registers. Then suppose our operations is like this, add a comma b എന്നുള്ള രണ്ട് നമ്പർ ആഡ് ചെയ്യണമെങ്കിലോ ഓപ്പറൻസും we have to store. അല്ലെ, ഓപ്പറേഷൻസിന്റെ ഓപ്പറന്റ് ഉണ്ടാവും, അതും സ്റ്റോർ ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് we can use registers. Okay. So this is our CPU, Central Processor Unit. Okay. അതിലാണ് ഞാൻ പറഞ്ഞ arithmetic and logical unit ഉണ്ട്. All the calculations are performed in ALU. And the control unit എന്തായിരുന്നു? It control all other units of computer, and also it control the flow of data and instruction from and data instruction to and from the storage unit to ALU. Okay. അതായത് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ പെർഫോമിങ് ദ ഓപ്പറേഷൻസ് നമുക്ക് മെമ്മറിയിലേക്ക് കൊടുക്കണം റിസൾട്ട്. അതുപോലെ റിസൾട്ടിന് മുന്നേ നമുക്ക് ഡാറ്റ വേണേൽ കിട്ടണം, നമ്മുടെ പ്രോഗ്രാമിലോട്ട് കിട്ടണം. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാവുന്നത് ആ ഒരു യൂണിറ്റിന്റെ, അതായത് ALUവിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഓപ്പറേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി വിൽ കോൾ ദിസ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് സെൻട്രൽ നെർവ് സിസ്റ്റം നമ്മൾ പറയും. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി, എവറിത്തിങ് തിയറി പോർഷൻസ് ആണ്. സെൻട്രൽ നെർവ് സിസ്റ്റം. അപ്പൊ ഇതാണ് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റും ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്സും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ് നമ്മൾ നോക്കി. ദെൻ അടുത്തതാണ് അവർ മെമ്മറി യൂണിറ്റ്സ്. മെമ്മറി യൂണിറ്റ്സ്, this one, like memory unit. What is memory unit? Memory units are used to store the informations. Like memory units lana nammade data store ചെയ്യുക. Not only data, instructions ഉണ്ട്. What is the difference between this data and instruction? ഞാൻ ഇപ്പൊ കുറച്ച് സമയമായിട്ട് പറയുന്നില്ല, data and instruction, whether both are same or is there a difference? അറിയോ? ഡാറ്റയും ഇൻസ്ട്രക്ഷനും സെയിം ആണോ അല്ലെ ഡിഫറൻസ് ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈഷ്ണവിക്ക് പറയാൻ പറ്റുമോ? വൈഷ്ണവി രാജീവൻ പറയാൻ പറ്റുമോ? വൈഷ്ണവി, നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറയണേ, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്രസന്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ, റേഞ്ച് പ്രോബ്ലം, കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മഹ്റൂഫിന് പറയാൻ പറ്റുമോ? മഹ്റൂഫ്, രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ? രണ്ടും മെമ്മറിയിൽ തന്നെയല്ലേ സ്റ്റോർ ചെയ്യും? രണ്ടും മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിന്റെ വ്യത്യാസമുണ്ട്. പറഞ്ഞോളൂ, ശരിയായിരിക്കും. കറക്റ്റ് ആൻസർ. അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. വി ഹാവ് ടു പ്രൊവൈഡ് സം ഇൻസ്ട്രക്ഷൻ ഫോർ പെർഫോമിങ് എനി ടാസ്ക്. അത് പറഞ്ഞായിരുന്നില്ലേ? അപ്പൊ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ പ്രോഗ്രാമില്ലേ, അതായത് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഇല്ലേ, ആ പ്രോഗ്രാംസ് ആണ് നമ്മുടെ ആക്ച്വലി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് കമാൻഡ് ചെയ്യുന്നത്, അതായത് ദീസ് ആർ ദ ഓപ്പറേഷൻ യു ഹാവ് ടു പെർഫോം എന്ന് പറയുന്നത് അല്ലേ. അതായത് സപ്പോസ് എനിക്കിപ്പോ 2 നമ്പർ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ആഡ് എന്ന് കൊടുക്കുന്ന ആ ഒരു ഓപ്പറേഷനൊക്കെ ആഡ് എ ബി എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻ, ആ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ് നമ്മുടെ പ്രോഗ്രാം ആകുന്നത്. അതിൽ നമ്മൾ 2 നമ്പർ കൊടുക്കില്ലേ? ഇപ്പൊ സപ്പോസ് 5, 2 എന്ന് പറഞ്ഞ 2 വാല്യൂസ് കൊടുക്കില്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ. ഓക്കെ, അതായത് ആഡ് എ കൊമ ബി എന്ന് ഞാൻ കൊടുത്തു എന്ന് ശരി. അതിന്റെ മീനിങ് എന്താണ്? വി ഹാവ് ടു ആഡ് 2 numbers. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു വേരിയബിളും another variable is b. Okay, we have to perform addition of these 2 variables a and b.
അല്ലേ? എയുടെയും ബിയുടെയും ഓപ്പറൻസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സെന്റൻസിനെ നമ്മൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ ഇൻസ്ട്രക്ഷൻ. അതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. ഇനി അതിൽ നമുക്ക് വാല്യൂസ് കൊടുക്കില്ലേ? അതായത് 5, 6 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എക്ക് 5ഉം ബിക്ക് 6ഉം കൊടുക്കില്ലേ? അപ്പൊ എന്തായാലും നമ്മൾ 5 + 6 11 എന്ന റിസൾട്ട് കിട്ടും. ഇനി സപ്പോസ് നമ്മൾ എയുടെ വാല്യൂസ് 3ഉം ബിയുടെ വാല്യൂസ് 4ഉം കൊടുത്തെന്ന് വിചാരിക്കും. അപ്പോഴോ 3 + 4 7 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ആ വാല്യൂ കൊടുക്കുന്നില്ലേ? ദാറ്റ് ഈസ് കോൾഡ് അവർ ഡേറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഡേറ്റ. അപ്പോ ദീസ് ആർ ദ ഡിഫറൻസസ്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാം. ആൻഡ് ഫോർ പെർഫോമിംഗ് ദാറ്റ് പ്രോഗ്രാം വി വിൽ യൂസ് ഡാറ്റ. അല്ലെ? ഡാറ്റ യൂസ് ചെയ്തിട്ടല്ലേ പ്രോസസ് ചെയ്യുക അല്ലെ? ബൈ യൂസിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കമാൻഡ്സ് ആണ്. ഓക്കെ, ദെൻ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റയെ റിസീവ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യും. അപ്പൊ ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വി നീഡ് സെപ്പറേറ്റ് മെമ്മറി ആൻഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും സെപ്പറേറ്റ് ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന സ്പേസിനെയാണ് വി വിൽ കോൾ ഇറ്റ് ആസ് എ മെമ്മറി യൂണിറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുക. ഓക്കെ, മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ബോത്ത് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. ഓക്കെ, ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മെമ്മറി യൂണിറ്റിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യും? പ്രോസസർ വിൽ ടേക്ക് ഡാറ്റ ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷൻ. അതായത് പ്രോസസ്സേഴ്സിന് ഓപ്പറേഷൻ പെർഫോം ചെയ്യണ്ടേ? അപ്പൊ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് മെമ്മറി യൂണിറ്റിലാണ് ഉണ്ടാവുക. ആ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ആദ്യം പ്രോസസ്സേഴ്സിലോട്ട് പോകും. ദെൻ ഇറ്റ് വിൽ അനലൈസ് ദ ഇൻസ്ട്രക്ഷൻ. ആ അനലൈസ് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് അനലൈസ് ചെയ്യും. അതിന്റെ ഓരോരോ നെയിമുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ അനലൈസ് ചെയ്യും. ദെൻ ആ ഇൻസ്ട്രക്ഷൻ അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, പ്രോസസ്സറിന് മനസ്സിലാവുക ഇറ്റ് ഈസ് ആൻ അഡീഷൻ ഓപ്പറേഷൻ. സപ്പോസ് ഒരു അഡീഷന്റെ പ്രോഗ്രാമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന് മനസ്സിലാവും ഇതൊരു അഡീഷൻ ഓപ്പറേഷൻ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഫോർ ദാറ്റ് ഇറ്റ് റിക്വയർ 2 ഓപ്പറൻസ്, 2 ഓപ്പറന്റ് വേണം. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? മെമ്മറിയിലോട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് പറയും ദിസ് പ്രോസസർ, ഈ പ്രോസസർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ വി നീഡ് 2 ഡാറ്റ, 2 ഡാറ്റ. അപ്പൊ വീണ്ടും മെമ്മറിയിൽ നിന്ന് ആ ഡാറ്റ അങ്ങോട്ടേക്ക് CPU-ലോട്ട് കൊടുക്കും. ദെൻ ഇറ്റ് വിൽ പെർഫോം ഇറ്റ്സ് ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഓപ്പറേഷൻസ്. മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക എന്താണ്? ഇറ്റ് ഈസ് എ medium which is used to hold or store data and instructions. Okay, ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയത്തിന് പറയുന്ന പേരാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങളുടെ ടൈം എത്ര മണിയാണ്? 3:40 ആണ്. പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ട്, സോറി, 2:40 വരെയാണ് അല്ലേ? പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പൊ നിങ്ങളുടെ ഇന്റർവെൽ എടുത്തോളൂ. എന്നിട്ട് ഒരു 3 o'clock ജോയിൻ ചെയ്തോളൂ. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.